Hi all, welcome to Let's Crack. Hi, Junior Lab Assistant Model Questions Part 4ലേക്ക് നമുക്ക് കടക്കാം. First question, lipopolysaccharide in cell walls is characteristics of. Lipopolysaccharide LPS. Okay, in cell walls is characteristics of ഏത് ബാക്ടീരിയയുടേതാണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഏതാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ? അപ്പോൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ട്. ഇതിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലിപ്പോപോളിസാക്കറൈഡ് സെൽ വാളിൽ പ്രസന്റ് ആണ് എന്നുള്ളത്. Okay, and it is a representative pathogen associated molecular pattern and it allows mammalian cells to recognize bacterial invasion and trigger innate immune responses. അപ്പം സെൽ വാളിൽ ഇതിൻ്റെ പ്രസൻസ് എന്തിനു സഹായിക്കുന്നു എന്നാണ് പറയുന്നത്? ഈ ബാക്ടീരിയലിൻ്റെ അധിനിവേശത്തെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സഡൻ ആയിട്ടുള്ള നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെയും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെയും തരംതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതിലുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ലിപ്പോപോളിസാക്കറൈഡ്സിന്റെ പ്രസൻസ്. അതേപോലെ വേറെയും പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ടെക്കോയിക് ആസിഡ് അല്ലെ? ടെക്കോയിക് ആസിഡ് ഏതിലാണ് ഉള്ളത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിലാണ് ടെക്കോയിക് ആസിഡിന്റെ പ്രസൻസ് ഉള്ളത്. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ നമ്മുടെ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവിലാണെങ്കിൽ ടെക്കോയിക് ആസിഡ് പോസിറ്റീവിലാണ്. അതേപോലെ തന്നെ വേറെ എന്ത് ഡിഫറൻസ് ആണ് അത് തമ്മിലുള്ളത്? ആ സ്റ്റെയിനിങ്ങിന്റെ കാര്യത്തിൽ കളറ് പഠിച്ചു വെക്കണം. പർപ്പിള് പോസിറ്റീവാണ് ആൻഡ് അപ്പിയേഴ്സ് ഇൻ പിങ്ക് ഓർ റെഡ് ആണെങ്കിൽ ഗ്രാം നെഗറ്റീവ് ആണ്. പർപ്പിൾ പോസിറ്റീവ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റേത് ഓഫ് കോഴ്സ് പിങ്ക് ഓർ റെഡ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിനെ തരംതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഇനി അടുത്തതിലേക്ക് പോവാം. വാക്സിനേഷൻ വാസ് ഇൻവെന്റഡ് ബൈ. മാറിപ്പോവരുത്, നമ്മൾ ഒരുപാട് പിന്നെ മൈക്രോബയോളജിസ്റ്റിനെയും ഫിസിഷ്യനെയും സയന്റിസ്റ്റിന്റെ ഒക്കെ പേര് പഠിക്കുന്നുണ്ട്. വാക്സിനേഷൻ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ആണ് അല്ലേ? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വാക്സിനേഷൻ എന്ന് പറയുമ്പം ഹി ക്രിയേറ്റഡ് ദ വേൾഡ്സ് ഫസ്റ്റ് സക്സസ്ഫുൾ വാക്സിൻ. എന്തിനു വേണ്ടിയിട്ടുള്ള വാക്സിൻ ആയിരുന്നു? ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് പീപ്പിൾ ഇൻഫെക്റ്റഡ് വിത്ത് കൗ പോക്സ് വെർ ഇമ്മ്യൂൺ ടു സ്മോൾ പോക്സ്. ഓക്കെ, അപ്പോൾ അതിന്റെ വാക്സിനാണ് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാക്സിനേഷൻ വാസ് ഇൻവെന്റഡ് ബൈ ഡോക്ടർ എഡ്വേർഡ് ജെന്നർ. ഓക്കെ, നെക്സ്റ്റ്, the nucleoid can be made visible under the light microscope by ഏതാണ്? Fuelgen staining. Okay, FEULGEN, Fuelgen staining. The nucleoid can be made visible under the light microscope by Fuelgen staining. അപ്പോൾ എന്താണ് ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ന്യൂക്ലിയസും ന്യൂക്ലിയോയിഡും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ യൂക്കാരിയോട്ടിക് സെൽസിലാണ് കാണപ്പെടുന്നതെങ്കിൽ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോകാരിയോട്ടിക് സെൽസിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഫ്യൂൽഗൻ സ്റ്റെയിൻ ഈസ് എ സ്റ്റെയിനിങ് ടെക്നിക് discovered by Robert Fuelgen and used in histology to identify chromosomal material or DNA in cell specimens. അപ്പം നമ്മുടെ സെല്ലിലെ DNA അല്ലെങ്കിൽ ക്രോമസോമൽ മെറ്റീരിയലിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സ്റ്റെയിനിങ് ടെക്നിക്കാണ് ഈ ഫ്യൂൽഗൻ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. Okay, the nucleoid can seen under a light microscope by staining it with the Fuelgen stain which specifically stains DNA. അപ്പോൾ നമ്മൾ DNA എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഫ്യൂൽഗൻ സ്റ്റെയിൻ ടെക്നിക്ക് വഴി നമുക്ക് ഈ മൈക്രോസ്കോപ്പിലൂടെ എന്തിനെ കാണാൻ സാധിക്കുന്നു? ന്യൂക്ലിയോയിഡിനെ കാണാനായിട്ട് സാധിക്കുന്നു. ഫ്യൂൽഗൻ സ്റ്റെയിനിങ് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റെയിനിങ് ടെക്നിക് ഫോർ അസസ്മെന്റ് ഓഫ് ഹോർമോണൽ സ്റ്റാറ്റസ്. അപ്പോൾ അതിൽ ഓർത്ത് വെക്കേണ്ട വാക്ക് ഹോർമോണൽ സ്റ്റാറ്റസ്. ഹോർമോണൽ ഷോർ സ്റ്റെയിൻ
അങ്ങനെയൊക്കെ എന്തെങ്കിലും വികൃതമായിട്ടുള്ള രീതിയിലും ഭയങ്കര കൗതുകമായ രീതിയിലൊക്കെ ഓരോന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. അപ്പം ഹോർമോണൽ സ്റ്റാറ്റസ് ഷോർസ് സ്റ്റെയിൻ ആണ്. അപ്പോൾ ഷോർ സ്റ്റെയിൻ ഈസ് എ റാപ്പിഡ് മോണോറിയാജൻ സ്റ്റെയിനിങ് മെത്തേഡ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഇൻ ഹോർമോണൽ സൈറ്റോ ഡയഗ്നോസിസ്. അപ്പോൾ ഹോർമോണൽ ഷോർ അത്ര ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഫ്രാഗ്മെന്റ്സ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ആർ കോൾഡ്. റെഡ് ബ്ലഡ് സെൽസിന്റെ ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഷിസ്റ്റോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. എന്താണ് ഷിസ്റ്റോസൈറ്റ്സ്? എ ഷിസ്റ്റോസൈറ്റ് ഈസ് എ ഫ്രാഗ്മെന്റഡ് പാർട്ട് ഓഫ് എ റെഡ് ബ്ലഡ് സെൽ. ഷിസ്റ്റോസൈറ്റ്സ് ആർ മോസ്റ്റ് ഓഫൻ ഫൗണ്ട് ടു ബി മൈക്രോസൈറ്റിക് വിത്ത് നോ ഏരിയ ഓഫ് സെൻട്രൽ പാലർ. ഓക്കെ, ദീസ് ആർ ടിപ്പിക്കലി ഇറഗുലർലി ഷേപ്ഡ്. ഫ്രാഗ്മെന്റ്സ് ആണല്ലോ, ഇറഗുലർലി ഷേപ്ഡ് ആയിരിക്കും. ജാഗ്ഡ് ആൻഡ് ഹാവ് 2 പോയിന്റഡ് എൻഡ്സ്. അപ്പോൾ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഫ്രാഗ്മെന്റ്സിനെയാണ് ഷിസ്റ്റോസൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദ ആൻറ്റിബോഡി പ്രസൻറ്റ് ഇൻ സെറം ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് O പേഴ്സൺ ഈസ്. അപ്പം O ഗ്രൂപ്പുള്ള ഒരാളുടെ ബ്ലഡിലെ ആൻറ്റിബോഡി ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം ആൻറ്റിബോഡി A ആൻഡ് antibody B. അപ്പോൾ both A and B present in blood group O. Blood group O has no antigens, but both antibody A and B are present in the plasma. People with the type O blood are called universal donors. Okay, because their donated red blood cells have no A, B or Rh antigens and can therefore be safely given to people of any blood group. അപ്പം നമ്മുടെ O ഗ്രൂപ്പിൽ ആൻറ്റിജൻ പ്രസൻ്റ് ആണോ? അല്ല. എയും ബിയും പ്രസൻ്റ് അല്ല, പക്ഷേ ആൻറ്റിബോഡി പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് സർക്കിൾ ഓഫ് വില്ലിസ് ഫൗണ്ട് ഇൻ. സർക്കിൾ ഓഫ് വില്ലിസ് എന്തിലാണ്, ഏത് ശരീരഭാഗത്താണുള്ളത്? നമ്മുടെ ബ്രെയിനിലാണ് കാണപ്പെടുന്നത്. ദ സർക്കിൾ ഓഫ് വില്ലിസ് ഈസ് ദ ജോയിനിങ് ഏരിയ ഓഫ് സെവറൽ ആർട്ടറീസ് അറ്റ് ദ ബോട്ടം സൈഡ് ഓഫ് ദി ബ്രെയിൻ. ഇറ്റ് ഹെൽപ്സ് ബ്ലഡ് ഫ്ലോ ഫ്രം ബോത്ത് ദ ഫ്രണ്ട് ആൻഡ് ബാക്ക് സെക്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിലാണ് സർക്കിൾ ഓഫ് വില്ലിസ് കാണപ്പെടുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ബ്രെയിനിൻ്റെ ഫ്രണ്ട് ബാക്ക് സെക്ഷൻസിൽ നിന്ന് ബ്ലഡ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. ദ ആൻറ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ്, ആൻറ്റീരിയർ സെറിബ്രൽ, ഇന്റേണൽ കരോട്ടിഡ്, പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ്, posterior cerebral and basilar arteries are all part of the circle of Willis. അപ്പോൾ സർക്കിൾ ഓഫ് വില്ലിസ് ചിത്രം നോക്കി നമുക്ക് എന്തും ഓർത്ത് വയ്ക്കാൻ പറ്റും അല്ലേ? ഞാൻ വെറുതെ സർക്കിൾ ഓഫ് വില്ലിസ് ഇസ് പ്രസൻറ്റ് ഇൻ, സർക്കിൾ ഓഫ് വില്ലിസ് ഇസ് ഫൗണ്ട് ഇൻ ബ്രെയിൻ പഠിച്ചു കഴിഞ്ഞാൽ എന്നോട് മറന്നു പോകും. കാരണം ഞാൻ ഇത് മെയിൻ ടോപ്പിക്കായി പഠിച്ചിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മറന്നു പോകും. അപ്പം ഞാനിങ്ങനെ പിക്ചേഴ്സിൽ കണ്ടുവച്ചിട്ടാണ് ഇത് ഓർത്ത് വെച്ച് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാച്ചുറലി ഒക്വറിങ് ഫാറ്റ്സ്, FAT ഫാറ്റ്സ് ആർ L ടൈപ്സ് ആണ് ഉത്തരം. നാച്ചുറലി ഒക്വറിങ് ഫാറ്റ്സ് ആർ L ടൈപ്സ്. Okay, lipids are a broad group of naturally occurring molecules which includes fat, waxes, sterols, fat-soluble vitamins, monoglycerides, diglycerides, phospholipids and others. The function of lipids include storing energy, signaling and acting as structural components of cell membranes. ലിപ്പിഡ്സിൻ്റെ ഫംഗ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു, സിഗ്നലിംഗ് ആൻഡ് ആക്ടിങ് ആസ് സ്ട്രക്ചറൽ കമ്പോണൻസ് ഓഫ് സെൽ മെംബ്രെയിൻസ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് സെൽ ഈസ് കോൾഡ്. നമ്മുടെ സെല്ലിൻ്റെ ലിവിങ് സബ്സ്റ്റൻസിന് എന്താണ് പറയുന്നത്? പ്രോട്ടോപ്ലാസം. എന്താണ്? പ്രോട്ടോപ്ലാസം ഈസ് ദ ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് സെൽ. ഓക്കെ, അപ്പോൾ പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? രണ്ടും ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു വാക്കാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. Protoplasm is the living part of the cell which comprises of different cellular organelles. Okay, വിവിധ സെല്ലുലാർ ഓർഗനൽസ് അടങ്ങുന്നതാണ് നമ്മുടെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസം ഇൻ പ്ലാന്റ് സെൽസ് ഈസ് സറൗണ്ടഡ് ബൈ എ വാൾ നോൺ ആസ് ദി സെൽ വാൾ. The animal cells fully consist of protoplasm which is surrounded by a cell membrane for the protection of the cell.
അപ്പോൾ പ്രോട്ടോപ്ലാസത്തിലാണ് ഈ സൈറ്റോപ്ലാസം DNA ഒക്കെ അടങ്ങിയിരിക്കുന്നത്. അത് ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രോട്ടോപ്ലാസം ഇൻക്ലൂഡിങ് ബോത്ത് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ആൻഡ് അതർ ഓർഗനലെ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ബാക്ടീരിയൽ കോൺജുഗേഷൻ വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ. എന്താണ് ബാക്ടീരിയൽ കോൺജുഗേഷൻ? അപ്പോൾ ആദ്യം ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ ബാക്ടീരിയൽ സെൽസ് by direct cell-to-cell contact or by a bridge-like connection between two cells. ഒന്നുകൂടി പറയാം. ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ ബാക്ടീരിയൽ സെൽസ് ബൈ ഡയറക്റ്റ് സെൽ-ടു-സെൽ കോണ്ടാക്ട് ഓർ ബൈ എ ബ്രിഡ്ജ്-ലൈക്ക് കണക്ഷൻ ബിറ്റ്വീൻ ടു സെൽസ്. അതാണ് ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആരാണ്? ലിഡർബർഗ് ആൻഡ് ടാറ്റം. ലിഡർബർഗ് ആൻഡ് ടാറ്റം. ഓക്കെ, bacterial conjugation was first described by Lederberg and Tatum in 1946 as a phenomenon involving the exchange of markers between closely related strains of Escherichia coli. Okay. അടുത്തതിലേക്ക് പോകാം. Dash is a rapid staining method for detection of malaria. Dash is a rapid staining method for detection of malaria. അപ്പോൾ മലേറിയ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിനിങ് മെത്തേഡ് ഏതാണ്? JSB സ്റ്റെയിൻ. JSB സ്റ്റെയിൻ. എന്താണ് JSB? ജസ്വന്ത് സിംഗ് ഭട്ടാചാർജി സ്റ്റെയിൻ. ഭട്ടാചാർജി അങ്ങനെ തന്നെയാണ് ഇരിക്കും പ്രൊണൗൺസ് ചെയ്യുക, സ്റ്റെയിൻ. ഓക്കെ, അത് ഒരാളുടെ പേരാണെന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് മലേറിയ ഇൻ തിക് സ്മിയർ സാമ്പിൾസ് ഓഫ് ബ്ലഡ്. ദ JSB സ്റ്റെയിൻ ഈസ് കോമൺലി യൂസ്ഡ് ത്രൂ ഔട്ട് ഇന്ത്യ. അപ്പം നമ്മൾ മലേറിയ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺലി ഉപയോഗിച്ച് വരുന്ന ഒരു സ്റ്റെയിനിങ് മെത്തേഡാണ് JSB എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫെക്ഷൻസ് ഇൻഡ്യൂസ്ഡ് ബൈ എ ഫിസിഷ്യൻ ഈസ് നോൺ ആസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻഫെക്ഷൻസ് ഇൻഡ്യൂസ്ഡ് ബൈ എ ഫിസിഷ്യൻ ഈസ് നോൺ ആസ്. അപ്പോൾ ഒരു ഫിസിഷ്യൻ്റെ ഫാൾട്ട് മുഖേന നമുക്ക് വരുന്ന ഇൻഫെക്ഷനെയാണ് ഇയാട്രോജനിക് എന്ന് പറയുന്നത്. IATROGENIC, ഇയാട്രോജനിക് എന്ന് പറയുന്നത്. അപ്പം എന്താണെന്ന് നോക്കി നോക്കാം. An iatrogenic condition is a state of ill health or adverse effect caused by medical treatment. Okay, it usually results from a mistake made in diagnosis or treatment and can also be fault of any member of the health care team. അപ്പം ഹെൽത്ത് കെയർ ടീമിൻ്റെ അടുത്ത് തന്നെ അവരുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് മൂലം നമ്മളിലേക്ക് എത്തുന്ന ഇൻഫെക്ഷനാണ് ഇയാട്രോജനിക് ഇൻഫെക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സിമ്പിളാണ്, ആ വേർഡ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്തത്. മോസ്റ്റ് പ്രൊമിനൻ്റ് കാർബോഹൈഡ്രേറ്റ് കമ്പോണൻറ്റ് ഓഫ് ഹെമിസെല്ലുലോസ് ഈസ്. മോസ്റ്റ് പ്രൊമിനൻ്റ് കാർബോഹൈഡ്രേറ്റ് കമ്പോണൻറ്റ് ഓഫ് ഹെമിസെല്ലുലോസ്. സെല്ലുലോസ് എന്താ നമുക്കറിയാലോ. അപ്പം ഹെമിസെല്ലുലോസിൻ്റെ ഏറ്റവും പ്രമുഖ കാർബോഹൈഡ്രേറ്റ് കോമ്പോണൻ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അറബിനോക്സൈലൻ. Okay, Arabinoxylon is a hemicellulose found in both the primary and secondary cell walls of plants, including woods and cereal grains. അപ്പം പ്ലാന്റ്സിൻ്റെ പ്രൈമറി സെക്കൻഡറി സെൽ വാൾസിൽ കാണപ്പെടുന്ന ഹെമിസെല്ലുലോസ് ആണ് അറബിനോക്സൈലൻ എന്ന് പറയുന്നത്. അതാണ് ഈ ഹെമിസെല്ലുലോസ് വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും പ്രൊമിനൻ്റ് കാർബോഹൈഡ്രേറ്റ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് അറബിനോക്സൈലൻ ആണ്. അടുത്തതിലേക്ക് പോകാം. ബയൽസ് ടെസ്റ്റ്. ബയൽസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് പെൻഡോസ് ഷുഗർ കേട്ടോ. BIAL, ബയൽ. ഓക്കെ, അങ്ങനെയല്ലേ. ബയൽസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് പെൻഡോസ്. ഇറ്റ് ഈസ് എ കെമിക്കൽ ടെസ്റ്റ് പെർഫോംഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് പെൻഡോസ് ആൻഡ് pendosens. Okay, Baile's reagent contains concentrated hydrochloric acid as a dehydrating acid, orsinol and ferric chloride as condensation reagent. അതിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബയൽസ് ടെസ്റ്റ്, പെൻഡോസ് ഓർത്ത് വയ്ക്കാം. അടുത്തതിലേക്ക് പോകാം. The left-handed zigzag double helix DNA with only minor grooves. The left-handed zigzag double helix DNA with only minor grooves is called
സെഡ് ഡി എൻ എ. ഏതാണ്? സെഡ് ഡി എൻ എ. സെഡ് ഡി എൻ എ, ബി ഡി എൻ എ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സെഡ് ഡി എൻ എ ഈസ് വൺ ഓഫ് ദ മെനി പോസിബിൾ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് ഡി എൻ എ. സെഡ് ഡി എൻ എ is a left-handed helical form of DNA in which the double helix winds to the left in a zigzag pattern. ആ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സെഡ് ഡി എൻ എ ബി ഡി എൻ എ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. The light and dark bands of muscle fibers are called ഡാഷ് ആൻഡ് ഡാഷ് റെസ്പെക്റ്റീവ്ലി. അപ്പം നമ്മളെ മസിൽ ഫൈബേഴ്സിന് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് അതിനെ വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ഐസോട്രോപിക് ബാൻഡ്സ് ആൻഡ് അനൈസോട്രോപിക് ബാൻഡ്സ്. അപ്പം ഐസോട്രോപിക് ബാൻഡ്സ് ആണ് ലൈറ്റർ ബാൻഡ്സ്. ഐസോട്രോപിക്, ലൈറ്റർ. ഐസോട്രോപിക് ബാൻഡ്സ് കണ്ടെയ്ൻ ഓൺലി ആക്റ്റിൻ കണ്ടെയ്നിങ് തിൻ ഫിലമെന്റ്സ്. അപ്പം ഐസോട്രോപിക് ബാൻഡ്സ് എന്താണ്? ലൈറ്റർ ബാൻഡ്സ് ആണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ ഓൺലി ആക്റ്റിൻ കണ്ടെയ്നിങ് തിൻ ഫിലമെന്റ്സ്. അപ്പം ഡാർക്ക് സ്റ്റെയിനിങ് റീജിയൻ ആണെങ്കിലോ അത് അനൈസോട്രോപിക് ബാൻഡ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോത്ത് ആക്റ്റിൻ ഫിലമെന്റ്സ് ആൻഡ് മയോസിൻ ഫിലമെന്റ്സ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഐസോട്രോപിക് ബാൻഡ്സും അനൈസോട്രോപിക് ബാൻഡ്സും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.